ഗുരുവായൂരിൽ മിന്നൽ ചുഴലി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എരുകുളം ബസാർ മുതൽ തൈക്കാട് വരെ ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലാണ് ചുഴലി ആഞ്ഞുവീശിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് നാടിനെ വിറപ്പിച്ച് ചുഴലി വീശിയടിച്ചത്. ചുഴലി കടന്നുപോയ സ്ഥലങ്ങളിലെ വൃക്ഷങ്ങളെല്ലാം പിഴുതെറിഞ്ഞു. മരം വീണ് 20ഓളം വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരക്കൊമ്പുകളും ഷീറ്റുകളും കാറ്റിൽ മീറ്ററുകളോളം ദൂരത്താണ് ചെന്നു പതിച്ചത്. ചാണാശ്ശേരി വാസുവിന്റെ വീട്ടിലെ തൊഴുത്ത് നിലംപൊത്തി. മതിൽ തകർന്നു. തരകൻ ജെയ്സൺ, കരകെട്ടി ഷാമില, വലിയകത്ത് ഹംസ എന്നിവരുടെ വീട്ടുമതിലുകൾ തകർന്നു. ചാണാശ്ശേരി മോഹനന്റെ ശുചിമുറി നിലംപൊത്തി. കുഴിക്കാടത്ത് ഷീജിയുടെ വീട്ടിലെ വിറകുപുര തകർന്നു. കൃഷ്ണപ്രിയ അപ്പാർട്ട്മെന്റിലെ ട്രസ് തകർന്നു വീണു. കരുമത്തിൽ മുരളി, തെക്കേച്ചിറ ശശി, മുളങ്കൂടത്ത് ഉണ്ണി, പയ്യപ്പാട്ട് ജയൻ, പല്ലത്ത് സുരേഷ്, പാറാന്തൊടിയിൽ നാരായണൻ, രാമനത്ത് ജബ്ബാർ, രാമനത്ത് ഷെരീഫ, മൂക്കത്തയിൽ അൻസാർ, കാണങ്കോട്ട് പ്രസന്ന എന്നിവരുടെ വീടുകളിലെ ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇരുട്ടിലായി. പകൽ സമയത്തായതിനാൽ ആളപായം ഉണ്ടായില്ല. റോഡുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. നഗരസഭാ ആരോഗ്യ വിഭാഗവും RRT വളണ്ടിയർമാരും KCB ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. TC വിനോസ്, ഗുരുവായൂർ.